ചരിത്രത്തിലാദ്യമായി കേരളത്തിൽ 14 ജില്ലകളിലും 14 ബ്രാഞ്ചുകളും സർവീസ് സെന്ററുകളും പ്രവർത്തിക്കുന്ന ഒരേ ഒരു സോളാർ കമ്പനി മോസ്റ്റ് വിഷൻ ടാഗ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ്. അഞ്ചൽ ഈസ്റ്റ് സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിലെ കളിസ്ഥലം നവീകരിക്കുന്നതിനായി തുക അനുവദിച്ച് വർഷങ്ങൾ പിന്നിടുമ്പോഴും നവീകരണ പ്രവൃത്തികൾക്ക് തുടക്കം കുറിക്കാൻ പോലും കഴിയാത്ത അധികൃത നിലപാടിൽ വിമർശനവും പ്രതിഷേധവും ഉയരുന്നു. 2019-20 സാമ്പത്തിക വർഷത്തിൽ അന്നത്തെ വനംവകുപ്പ് മന്ത്രിയും പുനലൂർ MLA-യുമായിരുന്ന കെ രാജുവിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നുമാണ് 1.3 കോടി രൂപ അനുവദിച്ചത്. 2021-ൽ പദ്ധതിക്ക് പ്രവർത്തനാനുമതിയും ലഭിച്ചു. കിഴക്കൻ മലയോര മേഖലയിലെ മികച്ച കളിസ്ഥലമുള്ള ഏക സ്കൂളാണ് അഞ്ചൽ ഈസ്റ്റ് സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂൾ. ജില്ലാ ഉപജില്ലാ വിദ്യാഭ്യാസ കായിക മേളകളും ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് കേരളോത്സവവും ഉൾപ്പെടെ നടക്കുന്നതും ഇവിടെയാണ്. നിരവധി തവണ ജില്ലാ സ്കൂൾ കലോത്സവവും ഇവിടെ നടന്നിട്ടുണ്ട്. ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാണ് ആധുനിക രീതിയിൽ കളിസ്ഥലം നവീകരിക്കാൻ അധികൃതർ തീരുമാനിച്ചത്. എസ് ജയമോഹൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കെ കളിസ്ഥല നവീകരണത്തിനായി ജില്ലാ പഞ്ചായത്തിൽ നിന്നും ഫണ്ട് അനുവദിച്ചിരുന്നു. ഈ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഫില്ലറുകൾ ഉൾപ്പെടെ നിർമ്മിച്ചുവെങ്കിലും ഫണ്ടിന്റെ അപര്യാപ്തതയെ തുടർന്ന് നിർമ്മാണം നിലച്ചു. ഇതോടെയാണ് കെ രാജു ഫണ്ട് അനുവദിച്ചത്. ഫണ്ട് അനുവദിച്ച് 5 വർഷം കഴിയുമ്പോഴും നിർമ്മാണം ആരംഭിക്കാത്തതിലുള്ള അതൃപ്തി കെ രാജു മറച്ചുവെക്കുന്നില്ല. ഇനിയും പ്രവർത്തികൾ ആരംഭിച്ചില്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ടവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ജില്ലാ കളക്ടറോട് ആവശ്യപ്പെടുമെന്നും കെ രാജു തുറന്നടിച്ചു. അഞ്ചൽ ഈസ്റ്റ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഗ്രൗണ്ട് നല്ല ഒരു സ്റ്റേഡിയം നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു പദ്ധതി ബഹുമാനപ്പെട്ട അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് തയ്യാറാക്കുകയും ആ പദ്ധതിക്ക് ജില്ലാ ഭരണകൂടം അംഗീകാരം നൽകുകയും ജില്ലാ പഞ്ചായത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ആദ്യ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തു. എന്നാൽ അത് സ്റ്റേഡിയം പൂർത്തീകരിക്കാൻ നാളിതുവരെ കഴിഞ്ഞിട്ടില്ല. ജില്ലാ പഞ്ചായത്തിൻ്റെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് ഞാൻ ഈ പ്രദേശത്തെ ജനപ്രതിനിധിയായിരിക്കുന്ന സമയത്ത് 2019-20 കാലഘട്ടത്തിൽ സ്റ്റേഡിയ നിർമ്മാണം പൂർത്തീകരിക്കുന്നതിനും ഒക്കെ വേണ്ടിയിട്ട് MLA ആസ്തി വികസന ഫണ്ടിൽ നിന്ന് തുക അനുവദിക്കുകയുണ്ടായി. 2020-21 വർഷം അതിനുള്ള ഭരണാനുമതിയിൽ ലഭിച്ചു. 1,03,00,000 രൂപയാണ് MLA ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അതിലേക്ക് ഞാൻ നീക്കിവെച്ചത്. ആ നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിക്കാൻ എന്തുകൊണ്ടോ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും ഒക്കെ ചേർന്ന് MLA-യുടെ സഹായത്തോടു കൂടി വളരെ അടിയന്തരമായി ആ നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിക്കണം. ആ ഫണ്ട് വകമാറ്റി ചെലവഴിച്ചിട്ടില്ല എന്നാണ് ഞാൻ കരുതുന്നത്. ആ സാഹചര്യത്തിൽ ആ ഫണ്ട് വിനിയോഗിച്ച് നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിക്കേണ്ടത് സ്കൂളിൻ്റെയും നാട്ടിൻ്റെയും ഏറ്റവും വലിയ ആവശ്യമാണ്. സ്വാഭാവികമായിട്ടും ഈ വരുന്ന കാലതാമസത്തിന് ഇനി മാപ്പ് നൽകാൻ വേണ്ടി കഴിയില്ല. അതുകൊണ്ട് അനന്തര നടപടികൾ സ്വീകരിക്കേണ്ടതായിട്ട് വരും എന്നുള്ളതുകൊണ്ട് ആ നിർമ്മാണ പ്രവർത്തനം അടിയന്തരമായി ആരംഭിക്കാൻ ബന്ധപ്പെട്ടവർ ശ്രമിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. എന്നാൽ കളിസ്ഥല നവീകരണം ഉടൻ ആരംഭിക്കുമെന്നും സംസ്ഥാന സ്പോർട്സ് കൗൺസിലിന്റെ കീഴിലെ ഏജൻസിയാണ് പ്രവൃത്തികൾ ഏറ്റെടുത്തിരിക്കുന്നതെന്നും സ്കൂൾ PTA അറിയിച്ചു. നാട്ടുവാർത്ത, അഞ്ചൽ.